ഇറ്റലിയിൽ മാസം 3000 മുതൽ 5000 യൂറോ വരെ സാലറി കിട്ടുന്ന ലീഗൽ ജോലി. ഇവിടെ കോട്ടയുടെ ടെൻഷൻ വേണ്ട, ഫാമിലിയെ ഒപ്പം കൊണ്ടുപോകാം. 5 വർഷം കഴിഞ്ഞാൽ പെർമനന്റ് റെസിഡൻസി അവസരം. ഇത് കേട്ടാൽ സത്യമായിരിക്കുമെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടല്ലേ? പക്ഷേ ഇതൊരു സാധാരണ വർക്ക് വിസയല്ല. ഇതാണ് ഇറ്റലി യൂറോപ്യൻ യൂണിയൻ ബ്ലൂ കാർഡ്. പക്ഷേ ഇത് നേരിട്ട് അപ്ലൈ ചെയ്യാമോ, അല്ലെങ്കിൽ സ്പോർട്ടെല്ലോ ഊനിക്കോ പെർ ഇമിഗ്രസിയോണെ വഴിയാണോ? ഇറ്റലി നിയമം ഇതിനെക്കുറിച്ച് യാഥാർത്ഥ്യത്തിൽ എന്താണ് പറയുന്നത്? ഹായ്, ഞാൻ അഖ്ല ടിബിൻ. ഇറ്റലിയുടെ റിയൽ വിവരങ്ങളും ഇമിഗ്രേഷൻ പ്രോഗ്രാമുകളെക്കുറിച്ചും ഇതിനൊപ്പം തന്നെ ഇറ്റാലിയൻ ലാംഗ്വേജ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നത് പോലെ ഈസി പ്രോസസ്സാണോ ഇതിൻ്റേത്, അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ലീഗൽ പ്രൊസീജിയർ ഉണ്ടോ? ഇനി ഇറ്റലി നിയമം അടിസ്ഥാനമാക്കി ബ്ലൂ കാർഡ് ലഭിക്കുന്നതിനുള്ള വഴി, ഇതിന്റെ സാലറി കണ്ടീഷൻ, എലിജിബിലിറ്റി, ഒപ്പം തന്നെ യൂറോപ്യൻ യൂണിയനിൽ കൺട്രി ചേഞ്ച് ചെയ്യാനുള്ള റൂളും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാം. ഇറ്റലിയിൽ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യണമെന്ന് സീരിയസ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായി തന്നെ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഇറ്റലിയുടെ യൂറോപ്യൻ യൂണിയൻ ബ്ലൂ കാർഡ്, ഇത് യാഥാർത്ഥ്യത്തിൽ എന്താണ്? ഈ ഒരു പേര് കേൾക്കുമ്പോൾ പലർക്കും തോന്നും ഇതൊരു സാധാരണ വർക്ക് വിസയാണെന്ന്. പക്ഷെ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. യൂറോപ്യൻ യൂണിയൻ ബ്ലൂ കാർഡ് ഒരു സ്പെഷ്യൽ റെസിഡൻസ് പെർമിറ്റ് ആണ്. ഹൈലി ക്വാളിഫൈഡ് പ്രൊഫഷണൽസിന് വേണ്ടി യൂറോപ്യൻ യൂണിയൻ കൊണ്ടുവന്നിരിക്കുന്ന സംവിധാനം. ഇറ്റലിയിൽ ഈ സംവിധാനം പ്രവർത്തനമാക്കിയത് 2012 മുതലാണ്. ഇറ്റാലിയൻ നിയമപ്രകാരം ഇത് അറിയപ്പെടുന്നത് കാർത്ത ബ്ലൂ ഊഎ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് സാധാരണ ഒരു വിസ സ്റ്റിക്കർ അല്ല, ഇത് റെസിഡൻസ് പെർമിറ്റ് സ്പെഷ്യൽ സ്റ്റാറ്റസ് ആണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് എല്ലാവർക്കും ലഭിക്കുന്ന വിസയല്ല. ലോ സ്കിൽഡ് ജോലികൾക്ക് ഇത് ലഭ്യമല്ല. സീസണൽ വർക്ക്, ജനറിക് ലേബർ ജോബ് ഇങ്ങനെ തുടങ്ങിയവയ്ക്ക് ബ്ലൂ കാർഡ് കിട്ടില്ല. ഇനി ഇത് കുറച്ചും കൂടെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, IT പ്രൊഫഷണൽസ്, ഫൈനാൻഷ്യൽ എക്സ്പേർട്ട് പോലെയുള്ള ഹൈ ക്വാളിഫൈഡ് ആളുകൾക്കാണ് ഇത് ലഭ്യമാകുക. ഇനി ഒരു പ്രധാന ക്ലാരിഫിക്കേഷൻ കൂടി നൽകാം. യൂറോപ്യൻ യൂണിയൻ ബ്ലൂ കാർഡ് എന്നത് മുഴുവൻ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഒരുപോലെയുള്ള വിസയായിരിക്കണമെന്നില്ല. ഓരോ രാജ്യങ്ങൾക്കും തങ്ങളുടെ നാഷണൽ ലോ പ്രകാരം ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇറ്റലിയിലെ ബ്ലൂ കാർഡ് റൂൾസ് ആയിരിക്കണമെന്നില്ല ജർമ്മനിയിൽ അല്ലെങ്കിൽ ഫ്രാൻസിൽ. പക്ഷേ ഇതിന്റെ ബേസിക് ഫ്രെയിംവർക്ക് യൂറോപ്യൻ യൂണിയൻ ഡയറക്റ്റീവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇപ്പോൾ നമുക്കിതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് നോക്കാം. യൂറോപ്യൻ യൂണിയൻ ബ്ലൂ കാർഡ് എല്ലാവർക്കും ലഭിക്കുന്നില്ല. ഇത് സ്ട്രിക്ട്ലി ഹൈലി ക്വാളിഫൈഡ് പ്രൊഫഷണൽസിന് മാത്രമാണ്. അപ്പോൾ ഇറ്റലി നിയമപ്രകാരം എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റലിയിൽ ബ്ലൂ കാർഡ് ലഭിക്കുന്നതിന് കുറഞ്ഞത് 3 വർഷം ഡ്യൂറേഷനുള്ള യൂണിവേഴ്സിറ്റി ഡിഗ്രി വേണം. ഇനി അതല്ലെങ്കിൽ ചില പ്രത്യേക മേഖലകളിൽ 5 വർഷം നീണ്ട ഡോക്യുമെന്റഡ് പ്രൊഫഷണൽസ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഡിഗ്രി ഇല്ലാതെയും ഇത് പരിഗണിക്കാം. ഇത് മെയിനായിട്ട് IT സെക്ടർ പോലെയുള്ള മേഖലകളിലാണ്. അടുത്തതാണ് വാലിഡ് ജോബ് ഓഫർ. ഇതില്ലാതെ ഒന്നും നടക്കില്ല. ബ്ലൂ കാർഡിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇറ്റലിയിൽ നിന്നുള്ള ഫോർമൽ ജോബ് കോൺട്രാക്ട് ഓഫർ വേണം. കോൺട്രാക്ട് മിനിമം 6 മാസം അല്ലെങ്കിൽ അതിലധികം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ആപ്ലിക്കന്റ് നേരിട്ട് അപ്ലൈ ചെയ്യുന്നില്ല. എംപ്ലോയർ ആണ് പ്രോസസ് ആരംഭിക്കുന്നത്, സ്പോർട്ടെല്ലോ ഊനിക്കോ പെർ ഇമിഗ്രസിയോണെ വഴി. ഇനി അടുത്തതാണ് സാലറി റിക്വയർമെന്റ്, ഏറ്റവും വലിയ കണ്ടീഷൻ. ഇറ്റലിയിൽ ബ്ലൂ കാർഡ് ലഭിക്കുന്നതിന് സാലറി ദേശീയ ശരാശരി ശമ്പളത്തിന്റെ ഏകദേശം 1 മുതൽ 1.5 മടങ്ങ് വരെ അധികമായിരിക്കണം. ഇനി ഇത് ഏറ്റവും സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ലോ ലെവൽ സാലറി ജോബ് ആയാൽ ബ്ലൂ കാർഡ് നിങ്ങൾക്ക് ലഭിക്കില്ല. ഇനി അടുത്തത് ഒരു ഫോറിൻ ഡിഗ്രി ആണെങ്കിൽ ഇറ്റാലിയൻ അതോറിറ്റി വഴി റെക്കഗ്നേഷൻ ആവശ്യമായേക്കാം. അതുപോലെ തന്നെ ചില റെഗുലേറ്റഡ് പ്രൊഫഷണൽസിന് പ്രത്യേക പ്രൊഫഷണൽ രജിസ്ട്രേഷനും വേണം. ഇനി അടുത്തതായി ഉണ്ടായിരിക്കേണ്ടതാണ് ക്ലീൻ ലീഗൽ സ്റ്റാറ്റസ്. ക്രിമിനൽ റെക്കോർഡ് ഇല്ലാത്തത്, ഇമിഗ്രേഷൻ വയലേഷൻ ഹിസ്റ്ററി ഉണ്ടാവരുത്. അപ്പോൾ ഈ പറയുന്ന എലിജിബിലിറ്റി എല്ലാം മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമുക്ക് നോക്കാം ഇതിനെങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന്. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇറ്റലിയിലെ ബ്ലൂ കാർഡ് പ്രോസസ്സിന് ആപ്ലിക്കൻ്റ് അല്ല, എംപ്ലോയർ ആണ് തുടങ്ങുന്നത്. ഇത് ഇറ്റലിയിലെ ഇമിഗ്രേഷൻ ലോ അടിസ്ഥാനത്തിലാണ്. ഇറ്റലിയിൽ നിന്നുള്ള കമ്പനി ആദ്യം അപേക്ഷ നൽകേണ്ടത് സ്പോർട്ടെല്ലോ ഊനിക്കോ പെർ ഇമിഗ്രസിയോണയിൽ. ഇത് പ്രവർത്തിക്കുന്നത് പ്രഫത്തൂറകളുടെ കീഴിലാണ്. എംപ്ലോയർ സബ്മിറ്റ് ചെയ്യേണ്ടത് ജോബ് കോൺട്രാക്ട്, സാലറി ഡീറ്റെയിൽസ്, കാൻഡിഡേറ്റ് ക്വാളിഫിക്കേഷൻ പ്രൂഫ്, കമ്പനി രജിസ്ട്രേഷൻ ഡോക്യുമെന്റ്. ഇവ പരിശോധിച്ച ശേഷം പ്രോസസ്സ് മുന്നോട്ട് പോകും. ഡോക്യുമെന്റ്സ് ശരിയായാൽ സ്പോർട്ടെല്ലോ ഊനിക്കോ ഇഷ്യൂ ചെയ്യും നുള്ളോസ്ത അൽ ലവോറോ.
ഇത് വർക്ക് ഓതറൈസേഷൻ അപ്രൂവലാണ്. ഇതില്ലാതെ വിസ കിട്ടില്ല. ഇനി ഇതിന്റെ പ്രോസസ്സിംഗ് ടൈം സാധാരണ വരുന്നത് 60 മുതൽ 90 ദിവസത്തിനുള്ളിലാണ്. ഇനി നുള്ളോസ് അപ്രൂവൽ ആയതിനു ശേഷം ആപ്ലിക്കന്റ് സ്വന്തം രാജ്യത്തിലെ ഇറ്റാലിയൻ എംബസിയിൽ ബ്ലൂ കാർഡ് വിസയ്ക്ക് അപ്ലൈ ചെയ്യും. സബ്മിറ്റ് ചെയ്യേണ്ടത് നുള്ളോസ കോപ്പി, പാസ്പോർട്ട്, എംപ്ലോയ്മെന്റ് കോൺട്രാക്ട്, ക്വാളിഫിക്കേഷൻ ഡോക്യുമെന്റ്, വിസ ആപ്ലിക്കേഷൻ ഫോം. വിസ അപ്രൂവ് ആയതിനു ശേഷം ആപ്ലിക്കന്റിന് ഇറ്റലിയിലേക്ക് ട്രാവൽ ചെയ്യാം. ഇനി ഇറ്റലിയിൽ എത്തിയ ശേഷം 8 ദിവസത്തിനുള്ളിൽ തന്നെ ലോക്കൽ കൊസ്വരിയിൽ അപ്പോയിന്റ്മെന്റ് എടുത്ത് പെർമിസോ ദി സോജോർണോ കാർത്ത ബ്ലൂ ഊവയ്ക്ക് അപേക്ഷിക്കണം. ഇതുതന്നെയായിരിക്കും നിങ്ങളുടെ റെസിഡൻസ് പെർമിറ്റ് കാർഡും. ഇനി ഈ ബ്ലൂ കാർഡിനെ കുറിച്ച് വന്നിരുന്ന കുറച്ച് ചോദ്യങ്ങൾ ഇവയാണ്. ഇറ്റലിയിൽ വർക്ക് വിസ കിട്ടാൻ കോട്ട വേണോ? ഡെക്രത്തോൺ ഫ്ലൂസി ഇല്ലാതെ എങ്ങനെ പോവാം? ഈ ഒരു ബ്ലൂ കാർഡിനും കോട്ട ലിമിറ്റ് ഉണ്ടോ? ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഡെക്രത്തോൺ ഫ്ലൂസിയെ കുറിച്ച് തന്നെയാണ്. നമ്മുടെ പല വീഡിയോകളിൽ നിന്നും ഡെക്രത്തോൺ ഫ്ലൂസിനെ കുറിച്ച് ഇപ്പൊ എല്ലാവർക്കും തന്നെ മനസ്സിലായി കാണും. എങ്കിലും പുതിയതായിട്ട് വരുന്ന വ്യൂവേഴ്സിന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്നും കൂടെ പറയുന്നത്. ഇത് ഇറ്റലി സർക്കാർ ഓരോ വർഷവും ഫിക്സ് ചെയ്യുന്ന ഫോറിൻ വർക്കർ കോട്ട സിസ്റ്റമാണ്. സീസണൽ വർക്കേഴ്സ്, നോൺ സീസണൽ വർക്കേഴ്സ്, സെറ്റിംഗ് കാറ്റഗറീസ് ഇവയ്ക്ക് വർഷത്തിൽ എത്ര പേർക്ക് വിസ അനുവദിക്കണമെന്ന് സർക്കാർ തീരുമാനിക്കുന്നു. കോട്ട നിറഞ്ഞാൽ അപേക്ഷ റിജക്റ്റ് ആവാം, അല്ലെങ്കിൽ അടുത്ത വർഷം വരെ കാത്തിരിക്കണം. എങ്കിൽ യൂറോപ്യൻ യൂണിയൻ ബ്ലൂ കാർഡിന്റെ കാര്യത്തിൽ വലിയ വ്യത്യാസം തന്നെയാണ്. ഇത് ഈ പറയുന്ന കോട്ട സിസ്റ്റത്തിന് പുറത്താണ്. അതായത് ഡെക്രത്തോൺ ഫ്ലൂസി ക്യാപ്പ് ബാധകമല്ല, ഇയർലി കോട്ട ലിമിറ്റ് ബാധകമല്ല. അതുപോലെ തന്നെ ഇത് ഹൈ സ്കിൽഡ് കാറ്റഗറിയാണ്. അതായത് ഇറ്റലിയിലെ ബ്ലൂ കാർഡ് ഹൈ സ്കിൽ പ്രൊഫഷണൽ കാറ്റഗറി ആയതിനാൽ എംപ്ലോയർ ഡയറക്ട്ലി സ്പോർട്ടെല്ലോ ഊനിക്കോ പെർ ഇമിഗ്രേസിയോണെ വഴിയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ കോട്ട, ക്ലിക്ക് ഡേ പ്രോസസ് ഇങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ട അടുത്തൊരു പ്രധാന ഭാഗത്തേക്ക് തന്നെ നമുക്ക് പോവാം. ബ്ലൂ കാർഡ് എടുത്തു കഴിഞ്ഞാൽ പെർമനന്റ് റെസിഡൻസി കിട്ടുമോ? അതുപോലെ തന്നെയാണ് ഇറ്റലിയിൽ സെറ്റിൽ ആകാൻ പറ്റുമോ? മറ്റൊരു യൂറോപ്യൻ രാജ്യത്തേക്ക് മാറാൻ പറ്റുമോ? ഈ കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. യൂറോപ്യൻ യൂണിയൻ ബ്ലൂ കാർഡ് എടുത്ത് ഇറ്റലിയിൽ ലീഗലായിട്ട് താമസിച്ചു കഴിഞ്ഞാൽ 5 വർഷം കണ്ടിന്യൂസ് ലീഗൽ റെസിഡൻസ് പൂർത്തിയാക്കിയാൽ ലോങ് ടൈം യൂറോപ്യൻ യൂണിയൻ റെസിഡൻസ് പെർമിറ്റ് അതിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇത് സാധാരണയായി ഇറ്റലിയിൽ സ്ഥിരതാമസത്തിനുള്ള വലിയൊരു സ്റ്റെപ്പ് തന്നെയാണ്. ഇതിന്റെ കണ്ടീഷൻസ് ഇതൊക്കെയാണ്: കണ്ടിന്യൂസ് റെസിഡൻസ് ഉണ്ടായിരിക്കണം, സ്റ്റേബിൾ ഇൻകം, സ്യൂട്ടബിൾ അക്കോമഡേഷൻ, ഒപ്പം ഇറ്റാലിയൻ ലാംഗ്വേജ് ബേസിക് A2 ലെവല്. ഇനി ഇതിന് ശേഷം ഇറ്റലിയിൽ സാധാരണയായിട്ട് 10 വർഷം ലീഗൽ റെസിഡൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റാലിയൻ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ബ്ലൂ കാർഡ് ഉള്ളത് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇനി അടുത്തതിലേക്ക് നമുക്ക് നോക്കാം. ബ്ലൂ കാർഡിന്റെ ശരിക്കുള്ള പവർ എന്ന് പറയുന്നത് 18 മാസം ഇറ്റലിയിലെ ബ്ലൂ കാർഡ് സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്താൽ മറ്റൊരു യൂറോപ്യൻ രാജ്യത്തേക്ക് ഹൈലി സ്കിൽഡ് ജോബിലേക്ക് നിങ്ങൾക്ക് മാറാം. ഉദാഹരണം ജർമ്മനി, ഫ്രാൻസ് അങ്ങനെയൊക്കെ. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരിക്കലും ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ ആയിരിക്കില്ല. ആ രാജ്യത്ത് ബ്ലൂ കാർഡിന്റെ റൂൾസ് എപ്രകാരമാണോ വീണ്ടും അതിന് അപ്ലൈ ചെയ്യണം, അതനുസരിച്ച് അങ്ങോട്ട് മാറാം. ഇനി ഓൾറെഡി ബ്ലൂ കാർഡ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഇതിന്റെ പ്രോസസ്സ് ഈസിയർ ആയിരിക്കും. ഇനി നോക്കാം ഫാമിലി റീയൂണിഫിക്കേഷൻ. ബ്ലൂ കാർഡ് ഹോൾഡേഴ്സിന് അവരുടെ സ്പൗസിനെ, ഒപ്പം അവരുടെ പ്രായപൂർത്തിയാവാത്ത ചെറിയ കുട്ടികളെയൊക്കെ ഫാമിലി റീയൂണിഫിക്കേഷൻ വഴി കൊണ്ടുപോരാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമുക്ക് നോക്കാം, ഈ ഒരു ജോലി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ കുറച്ചു മാസങ്ങൾ കൊണ്ട് തന്നെ പുതിയ ജോലി കണ്ടെത്താൻ അവസരം ലഭിക്കും. അതുപോലെ തന്നെ ലോങ് അൺഎംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇറ്റലിയിലെ യൂറോപ്യൻ യൂണിയൻ ബ്ലൂ കാർഡിലൂടെ ഹൈ സ്കിൽഡ് പ്രൊഫഷണൽസിന് നല്ല അവസരങ്ങൾ തന്നെയാണ് ഒരുക്കുന്നത്. ലീഗൽ പാത്വേ, ഹൈ സാലറി, യൂറോപ്യൻ യൂണിയൻ മൊബിലിറ്റി, ഒപ്പം നിങ്ങൾക്ക് പെർമനന്റ് റെസിഡൻസ്, ഇവയെല്ലാം ഇനി ഒരുമിച്ച്. പക്ഷേ ഇതൊരു ഷോർട്ട് കട്ട് വിസയല്ല. സ്ട്രിക്റ്റ് എലിജിബിലിറ്റി, സാലറി, ഡോക്യുമെന്റേഷൻ എല്ലാം കൃത്യമായി തന്നെ പാലിക്കണം. ഇതിലൂടെ നിങ്ങളുടെ ഫ്യൂച്ചർ കരിയർ ഇറ്റലിയിൽ നല്ല രീതിയിൽ തന്നെ ബിൽഡ് ചെയ്യാൻ സാധിക്കും. അപ്പം മറക്കാതെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. ഇറ്റലിക്ക് വരാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കണേ. ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാവരോടും ഒത്തിരി നന്ദി. ഗ്രാസിയെ, അരിവതർച്ചി.